കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് നിയമസഭയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനവുമായിട്ടാണ് മുന്നോട്ട് പോയത്. സജീവ് എന്ന് പറയുന്ന വ്യക്തി കണ്ണനല്ലൂർ പോലീസ് സ്റ്റേഷനിൽ ആക്രോശിച്ചുകൊണ്ട് കടന്നു വരികയും തൊട്ടടുത്ത ദിവസം മദ്യപിച്ച് കടന്നു വന്നുകൊണ്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു എന്നും അതുമായി ബന്ധപ്പെട്ട് കേസെടുത്തു എന്നും മുഖ്യമന്ത്രി പറയുകയുണ്ടായി. ഏറ്റവും വലിയ വിരോധാഭാസം സജീവ് എന്ന് പറയുന്ന വ്യക്തി ആരാണ് എന്നുള്ളത് പൊതുജനങ്ങൾ മനസ്സിലാക്കണം. സജീവ് എന്ന് പറയുന്ന വ്യക്തി CPM-ന്റെ നിലവിൽ നെടുമ്പന ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ്, നോർത്ത് മണ്ഡലം കമ്മിറ്റിയുടെ സെക്രട്ടറിയാണ് സജീവ് എന്ന് പറയുന്ന വ്യക്തി. ഈ വ്യക്തിയാണ് മദ്യപിച്ചു കൊണ്ടുവന്ന് പ്രശ്നമുണ്ടാക്കി എന്ന് പറയുന്നത്. സജീവ് പറയുന്നത് പൂച്ചയെ പോലെ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കി എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതല്ല ഇവിടുത്തെ പ്രശ്നം. ഇതുമായി ബന്ധപ്പെട്ട് 1338/2025 പ്രകാരം ഒരു കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് അവിടെ സൂചിപ്പിക്കുകയുണ്ടായത്. ഈ കേസ് എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ ക്രൈം നമ്പർ പ്രകാരമുള്ള കേസ് ഒരു വിനോദിനെതിരെ എടുത്ത കേസാണ്, സജീവിനെതിരെ എടുത്ത കേസല്ല. അപ്പോൾ ഇത് മനഃപൂർവ്വം പറഞ്ഞതാണോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇത്രയും ജനങ്ങൾ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രി സഭയെ തെറ്റിദ്ധരിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, മുഖ്യമന്ത്രി എഴുതി കൊടുത്തത് വായിക്കുന്നത് ഒരു സമീപനമാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസുകാർ പറ്റിച്ചതാണോ അതോ മുഖ്യമന്ത്രി മനഃപൂർവ്വം ജനങ്ങളുടെ മുഴുവൻ കബളിപ്പിക്കുന്നതിന് വേണ്ടി ഈ വിവരം പറഞ്ഞതാണോ എന്നുള്ളതാണ് പ്രസക്തമായിട്ടുള്ള ചോദ്യം. ഇതിനെതിരെയുള്ള പോരാട്ടവുമായിട്ട് മുന്നോട്ട് പോകും. ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, സ്വന്തം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിക്കെതിരെയുള്ള ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി എങ്കിലും പറയുന്ന വാക്കുകൾ കേട്ടിട്ട് വേണം ഈ നിയമസഭയിൽ പറയുവാനുള്ള കാര്യം എന്നുകൂടി ഈ അവസരത്തിൽ ബോധിപ്പിക്കും. ഇതുമായി ബന്ധപ്പെട്ട് ശക്തമായിട്ടുള്ള നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകും. മുഖ്യമന്ത്രി ഈ സഭയെ തെറ്റിദ്ധരിച്ചതുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി മാപ്പ് പറയാൻ തയ്യാറാകണം എന്നുള്ളതാണ് ആവശ്യം.